എന്ത് അവാർഡാണ്? ബെസ്റ്റ് താരജോടിക്കുള്ള അവാർഡാണ് ആൽബത്തിൻ്റെ ഫസ്റ്റ് ആൽബമാണ്. അതിൽ കരിമിഴി കണ്ണാടി ആൽബമാണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് പെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആൽബത്തിൻ്റെ ഫസ്റ്റ് അവാർഡാണ് ഇത്. ആൽബത്തിൻ്റെ ഫസ്റ്റ് അവാർഡ് തന്നെയാണ്. അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ്. പിന്നെ അതിന് മുമ്പ് 1-2 സ്റ്റേറ്റ് പോയിന്റുകളിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ആൽബത്തിൻ്റെ വീട്ടിലാണ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൽബത്തിനെ പറ്റി ഒന്ന് പറയാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആൽബം ഫസ്റ്റ് ടൈം ആണ് ആ സമയത്ത് ഞാൻ ചേച്ചിനെ കാണുന്നത്. ആ കരിമിഴി കണ്ണാടി ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം ആളെ പരിചയപ്പെടുന്നതെല്ലാം. അതിനുശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത്. കാരണം ആ ആൽബത്തിന് ശേഷം ഞാനിപ്പോൾ 3ാമത്തെ മൂവീൻ്റെ മീറ്റിങ്ങും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. ഓൾറെഡി ഒരു മൂവി ചെയ്തു. പിന്നെ 2ാമത്തെ ഒരു മൂവിത്തെ ചെയ്ത് നിതീഷ് കച്ചേരി സാറിനെ കണ്ടായിരുന്നു തൃശ്ശൂർ വന്നിട്ട്. അപ്പോൾ സാറിനെ കണ്ടു. പിന്നെ ഇന്നലെ നമ്മുടെ ഷോർട്ട് ഫിലിമും ആൽബം ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത്. ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ കരിമിഴി കണ്ണ എന്നുള്ള ആൽബം കൊണ്ടും രേണു ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. കരിമിഴി കണ്ണാടി എന്ന ആൽബം നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ തൊട്ടേ കാണുന്നതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമാ നടി ആകുന്നതിനേക്കാളും വലിയ ഇഷ്ടമല്ല ആൽബം നടിമാരെയൊക്കെ ഭയങ്കര. കാരണം നമ്മൾ കുഞ്ഞിലോട്ട് അങ്ങനെ കണ്ടു വളർന്നുകൊണ്ട് അപ്പം ഉച്ച കഴിഞ്ഞ് ഒരു സ്കൂളിൽ വിട്ട് വരുമ്പോൾ മിസ്റ്റ് യൂട്യൂബ്സ് ഒക്കെ കണ്ട് ആൽബം പ്രേമിയാണ്. നമ്മളിലൂടെ ആൽബപ്പാട്ട് ഇഷ്ടപ്പെടുക, നമ്മളെ ഓർക്കുക, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുക, അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി. ഇപ്പോൾ 2-3 ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു നിൽക്കുകയാണ്. അഭിനയത്തിനോട് നേരത്തെ പറഞ്ഞ ആഗ്രഹമില്ലായിരുന്നു. ആഗ്രഹമില്ലായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. അത്രേ ഉള്ളൂ.